ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബഗ്സ് ബണ്ണി എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു ഗെയിമിംഗ് കൺസോളിൻ്റെ റിവ്യൂയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഗെയിം പ്ലേയുമാണ്. ഇതിൻ്റെ കമ്പനി SUP എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു ഹാൻഡിൽഡ് ഗെയിമിംഗ് കൺസോൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന് 500 രൂപയാണ് വില വന്നത്. അപ്പം ഇതിനകത്ത് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വയർ കിട്ടും. നമുക്ക് TVനകത്തൊക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വയറുമുണ്ട്. അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെയും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ബട്ടണും ഉണ്ട്. ഇവിടെയും സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. ഇത് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷനും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. നല്ലൊരു കിടിലൻ ബാറ്ററി തന്നെയാണ്, സെറ്റാണ്. അത് മാത്രം തന്നെ ഇത് ഒരു മണിക്കൂറെല്ലാം ചാർജിന് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ കിടിലൻ പോലെ കളിക്കാൻ പറ്റും നമുക്ക്. നല്ലൊരു ബാറ്ററി തന്നെയാണ്. പിന്നെ ഇത് വരുന്നത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു സൗണ്ട് തന്നെയാണ്. നമുക്ക് ചൈനീസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചൈനീസ് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ചൈനീസ് അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇത് താഴേക്ക് ഞെക്കിയിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് ഞെക്കി കഴിയുമ്പോൾ അതുകൊണ്ടോ 400 ഗെയിംസ് ഉണ്ട്. അതേപോലെ സൂപ്പർ മാരിയോ, മാരിയോ 14, മാരിയോ 3, ഡോക്ടർ മാരിയോ ബ്രോസ്, ടർട്ടിൽ 1, ടർട്ടിൽ 4, കോൺട്ര ഫോഴ്സ്, ജാക്ക്, അങ്ങനെ 400 ഗെയിംസ് ഉണ്ട്. കണ്ടോ, ജ്വല്ലറി 400 ഗെയിംസ് ഉണ്ട്. ഇത് നമ്മൾ റെട്രോ ഗെയിംസ് അതുപോലത്തെ ഒരു സംഭവമാണ്. റെട്രോ എന്ന് പറയാം. അതായത് ഇങ്ങനത്തെ സൂപ്പർ മാരിയോ അങ്ങനത്തെ ഗെയിമിൽ നമ്മൾ റെട്രോ ഗെയിംസ് എന്നാണ് പറയൽ. അതാണ് സംഭവം. നമ്മളിപ്പം സൂപ്പർ മാരിയോ ആണ് എടുക്കുന്നത്. സൂപ്പർ മാരിയോ എടുത്തിട്ടുണ്ട്. അത് നമ്മളെല്ലാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാക്കി വേൾഡ് 1 ചെറിയൊരു ഗ്ലെയറിൻ്റെ ഇഷ്യമുണ്ട്. അത് നിങ്ങൾക്ക് ഫോണിനകത്ത് കാണുന്നതാണ്, സ്ക്രീനിനകത്ത് അങ്ങനെയില്ല. ചത്തു. നമുക്കൊന്നും കൂടി കളിക്കാം. ഇങ്ങനെയാണ് ഇത്. നമ്മൾ ഈ ഒബ്സ്റ്റക്കിൾസിന് ഇങ്ങനത്തെ കുറേ ജീവിയുണ്ട്. ആ ജീവിനെ തട്ടാണ്ട് നമ്മൾ മുന്നോട്ട് കിടക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ലക്കി ബ്ലോക്കും കിട്ടും. കുറേ ലക്കി ബ്ലോക്ക് ഉണ്ട് ഇതിനകത്ത്. കുറേ എണ്ണം ഹിഡൻ ആണ്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ മഷ്റൂം കഴിച്ചാൽ നമ്മൾ വില്ലുതോ പൈസ. പിന്നെ നമുക്ക് ഇതിനകത്തൊരു വൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, കാണുന്നുണ്ട് ഉണ്ടോ? ഒരു വൈ എന്ന് പറഞ്ഞ ബട്ടൺ. അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ഓടാൻ കിട്ടും. പിന്നെ B ഞെക്കി കഴിഞ്ഞാൽ ഹൈറ്റ് തുള്ളാൻ പറ്റും. ഹൈറ്റിൽ ജമ്പ് ചെയ്യാം. പിന്നെ അതേപോലെ A ഞെക്കി കഴിഞ്ഞാൽ നോർമലി ജമ്പ് ചെയ്യാം. പിന്നെ ഇത് ഓടാൻ, ഇത് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ഡൗൺ ഞെക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ഞെക്കി കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. അപ്പ് ഞെക്കി കഴിഞ്ഞാൽ അപ്പൊന്നുമില്ല, നേരെ ജമ്പ് ചെയ്ത്. അപ്പോൾ നമ്മൾ മഷ്റൂം കഴിച്ചുകൊണ്ട് നമ്മളത് വന്നടിച്ചാലും നമുക്ക് സീനില്ല. കാരണം മഷ്റൂമിൻ്റെ പവർ പോയിന്നല്ലോ, നമ്മൾ ചത്തിക്കാം. ഒക്കെ രണ്ടെണ്ണത്തിന് ഡബിൾ ഷോട്ട്. പിന്നെ ഇവിടെ ഒരു ഹിഡൻ ലക്കി ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോ? അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ലൈഫ് കിട്ടും. ചത്ത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ കളിയുണ്ട്. 400 ഗെയിംസ് ഉണ്ട്. പിന്നെ ഈ നടുക്കത്തെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട്. അപ്പം നല്ലൊരു ഗെയിമിംഗ് കൺസോൾ തന്നെയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒന്നും കൂടി ഉണ്ട്. അത് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാനും പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കൺട്രോളർ വരുന്നുണ്ട് കളിക്കേണ്ട.
ഒരു കുഞ്ഞി ഇത്ര പോലുള്ളൊരു കൺട്രോളർ വരുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കളിക്കാം. അത് നല്ലൊരു കൺസോൾ തന്നെയാണ്. കൺസോളല്ല, അത് നല്ലൊരു ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഗെയിമിംഗ് കൺസോൾ തന്നെയാണ്. പിന്നെ അപ്പം എല്ലാവരും ഇത് മേടിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വോളി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഹൈ വോളിയാണ്. ഓഫായിക്കാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.